ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കുന്ന ഒരുതരം ആങ്സൈറ്റി എന്നല്ല അർത്ഥം. ഹൈലി ഫങ്ഷൻ ചെയ്യുന്ന വ്യക്തികളിൽ കാണുന്ന ഒരുതരം ആങ്സൈറ്റിയാണ്. അതങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു വലിയ ക്ലിനിക്കൽ കണ്ടീഷനൊന്നുമല്ല. പക്ഷേ അവർ വ്യക്തിപരമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ അധികമാണ്. എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും, അവരുടെ ജോലിയിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും, അവർ അച്ചീവേഴ്സ് ആയിരിക്കും, അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സൂപ്പർ. പക്ഷേ ഉള്ളിൽ ഭയങ്കര വറിയാണ്, ടെൻഷനാണ്, പല തരത്തിലുള്ള പേടിയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമോ, ഫെയിലർ ഉണ്ടാവുമോ, മിസ്റ്റേക്ക് പറ്റുമോ, എന്തെങ്കിലും അബദ്ധം പറ്റുമോ, കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുമോ, ഇങ്ങനെ പല തരത്തിലുള്ള വറീസ്, ആങ്സൈറ്റീസ് അവരെ ഇങ്ങനെ വല്ലാതെ ബാധിക്കും. അത് എവിടെയാണ് ബാധിക്കുക? അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ് ബാധിക്കുക. ജോലിയിൽ അവർ മിടുക്കരായിരിക്കും, പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുക. ഫിസിക്കലി പോലും അറിയാൻ പറ്റും. നോക്കിക്കേ, നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, ഇല്ലേ? അതുപോലെ നമ്മുടെ ഭക്ഷണക്രമത്തെ ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും, അങ്ങനെ പലതരത്തിൽ ബാധിക്കും. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഒറ്റയ്ക്ക് സഹിച്ച് അവർ അവസാനം ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും. ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബേൺ ഔട്ട് വളരെ കോമൺ ആണ്. വല്ലാതെ കണ്ടിന്യൂസ് ആയ സ്ട്രെസ്, അങ്ങനെ പലതരത്തിലുള്ള ആങ്സൈറ്റി അങ്ങനെ സീവിയറായി മാറാനൊക്കെ സാധ്യതയുണ്ട്. ഒറ്റ സൊല്യൂഷനാണ്. എന്തിനാണ് ഒറ്റയ്ക്ക് സഹിക്കുന്നത്? അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് പലരും. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അച്ചീവേഴ്സ് ആണല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആണല്ലോ. അപ്പം ഒരു കാരണവശാലും മറ്റുള്ളവർ എൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് അവർ തങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് സ്വയം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ സ്വയം ഒരു ഡിക്ലെയർ ചെയ്ത് പോകുന്നവരാണ്. അപ്പം എന്താ സംഭവിക്കുക? അവർക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരതിനെ ആ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവില്ല. സെൽഫ് അവെയർനെസ് ഇല്ലാത്ത ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു തെറാപ്പിസ്റ്റിനും അത്ര എളുപ്പമല്ല. അപ്പം സെൽഫ് അവെയർനെസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് പറ്റിയ ആൾക്കാരോട് ഇത് ഷെയർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിൽ നല്ല പ്രൊഫഷണൽസ് ഒരുപാട് പേരുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, അങ്ങനെ പ്രൊഫഷണലായ വ്യക്തികളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ശരിക്കും ഒരു വെന്റിലേഷനും അതുപോലെ അതിനെ പരിഹരിക്കാനുള്ള വഴികളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ഒന്ന്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അനുദിന ജീവിതത്തിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് ഡെയിലി ഒന്ന് ഡയറ്റൊക്കെ നന്നായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ മറ്റുള്ളവരോടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് സോഷ്യലൈസേഷനൊക്കെ സമയത്ത് അപ്പം കുറച്ചും കൂടി അത് നന്നായി ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആക്കുന്നത് അത്തരം സിറ്റുവേഷനോട് നോ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ആ ടെൻഷനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബൗണ്ടറി നമ്മളെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ഏതായാലും ഈ ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റിനെ തീർച്ചയായും അതിജീവിക്കണം. കാരണം എന്താ, ഈ മിടുക്കരായ വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതവും വളരെ ഹെൽത്തി ആയിരിക്കണം.